നമസ്കാരം. ജിംനി എക്സ്പ്ലോററിന്റെ മാംഗോ മെഡോസ് പാർട്ട് 4ലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ഭാഗങ്ങളും കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. 4 വീഡിയോ മാംഗോ മെഡോസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വാച്ച് ടവറിന്റെ അടുത്താണ് വന്നു നിന്നത്. നമ്മളിപ്പോൾ ആ വാച്ച് ടവറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 6 നിലയുള്ള വാച്ച് ടവറാണ്. 3 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് പിന്നീട് 3 നില. നമ്മൾ 3 നില കയറി കഴിഞ്ഞു. അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. 3 നിലയുള്ള ബിൽഡിംഗ് കയറുന്നതിന് വളരെ ബുദ്ധിമുട്ടില്ല. അതിനുശേഷം ഈ വാച്ച് ടവർ മാത്രമാണ്. കാരണം ഈ ഒരു കോണി മാത്രമേ ഉള്ളൂ ഇങ്ങനെ കയറാനായിട്ട്, വേറെ ബിൽഡിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു കയറാം. നമ്മളങ്ങനെ 5ാമത്തെ ടവറിൽ എത്തിയിരിക്കുകയാണ്. 5ാമത്തെ ടവറിൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പില് ബെഞ്ച് വെച്ചിട്ടുണ്ട് ഇരിക്കാനായിട്ട്. താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 8 പേരിൽ കൂടുതൽ ഒരു വ്യൂ പോയിന്റിൽ കയറി നിൽക്കരുത്, ഈ ടവറിനകത്ത് കയറരുത് എന്നുള്ളത്. പക്ഷെ ഇവിടെ കയറാനായിട്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. കാരണം ലിഫ്റ്റ് ഒന്നുമില്ല. നമ്മളിപ്പോൾ 5th ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഈ 6 നിലയിൽ നമ്മൾ നടന്ന് തന്നെ കയറണം. 6 നില നടന്ന് കയറണമെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കയറി നോക്കാനായിട്ട് ബുദ്ധിമുട്ട് വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ 6ാമത്തെ നിലയിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ ഈ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. ടോപ്പ് വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ആകാശ കാഴ്ചയാണ് ഈ മാംഗോ മെഡോസിന്റെ. 30 ഏക്കറയുള്ള മാംഗോ മെഡോസ് നമുക്ക് ഒറ്റ ഫ്രെയിമിനകത്ത് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആയൻകുടി പഞ്ചായത്ത്, അതുപോലെ തന്നെ എഴുമാന്തുരത്ത് ഈ പാടശേഖരങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും കണ്ണോടിച്ചാൽ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. ഇവിടെ താഴെ കാണുന്നതാണ് നമ്മൾ നേരത്തെ ചുറ്റി കണ്ട മാംഗോ മെഡോസിന്റെ കാഴ്ചകളാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുകളിൽ കയറി നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ മുകളിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ വാച്ച് ടവറിൽ താഴെ ഇറങ്ങി അടുത്ത് നമ്മൾ പോകുന്ന ഒരു സ്കാര ബോട്ടിങ്ങിനാണ്. നമ്മൾ എൻട്രി പാസ് എടുക്കുമ്പോൾ തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ബോട്ട് സർവീസ്. ഈ മാംഗോ മെഡോസിന്റെ പുറത്തുള്ള കനാലിൽ കൂടി ഉള്ള ഒരു ബോട്ട് സർവീസ് ആണത്. ഇവിടെ കാണുന്ന പോലെയുള്ള ഈ നിലങ്ങൾ തന്നെയായിരുന്നു ഈ മാംഗോ മെഡോസിന്റെ സ്ഥലവും. അതിലെല്ലാം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ട് ആയിട്ടാണ് ഇങ്ങനെ ഒരു അഗ്രികൾച്ചറൽ തീം പാർക്ക് ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ കാണുന്ന തരത്തിലുള്ള ഭൂമിയാണ് നമ്മൾ മാംഗോ മെഡോസ് ആണ് കാണുന്നത്. അതിന്റെ ഒരു സൈഡാണ് ഈ കനാല്. കനാലിന്റെ ഇപ്പുറത്ത് നമ്മൾ കാണുന്നതാണ് എഴുമാന്തുരത്ത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിരുന്നു. അവിടെയുള്ള ഒരു എക്കോ ടൂറിസം പോയിന്റും മാതിരി എഴുമാന്തുരത്തിന്റെ റോഡുകളും എല്ലാം കാണിച്ചിരുന്നു. ഇതിന് മുമ്പത്തെ ഒരു 3-4 വീഡിയോകൾ തുടർച്ചയായിട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളങ്ങനെ കനാലിൽ കൂടിയുള്ള യാത്ര തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ തന്നെ ബോട്ട് സർവീസ് മാത്രമേ ഇതിന്റെ കൂടി പോകുന്നുള്ളൂ. മറ്റു ബോട്ട് സർവീസ് ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് മാംഗോ മെഡോസ്. നമ്മൾ നേരത്തെ നടന്നു കണ്ട പാർക്കിന്റെ ഒരു സൈഡിൽ കൂടിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെയോ 2ാമത്തെ പാർട്ടിലെല്ലാം കണ്ടിരുന്ന പാർക്കിന്റെ ഭാഗങ്ങളാണ് ഇവിടെ. അതുപോലെ തന്നെ പക്ഷി നിരീക്ഷണം എന്ന് പറഞ്ഞ ഒരു സ്ഥലം നമ്മൾ കണ്ടിരുന്നു. അതാണ് ഇവിടെ കാണുന്നത്. അവിടെ നിന്ന് ചൂണ്ടയിടാനും മറ്റുമുള്ള സൗകര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആ ഏരിയ ആണ് ഇവിടെ കാണുന്നത്. വെള്ളം അങ്ങനെ കലങ്ങിയാണ് കിടക്കുന്നത് ഇവിടെ. ഇവരുടെ തന്നെ ബോട്ട് സർവീസ് സ്ഥിരമായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട് തന്നെ പായലെല്ലാം മാറി കിടക്കുന്നുണ്ട്.
കുട്ടികളെയൊക്കെ കൊണ്ട് വരുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബോട്ട് സവാരിയൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു യാത്രയായിരിക്കും ഇത്. മാംഗോ മോഡൽസിന്റെ ഈ വീഡിയോയോട് കൂടിയിട്ട് നമ്മുടെ മാംഗോ മോഡൽസിന്റെ 4 വീഡിയോ അവസാനിക്കുകയാണ്. മിക്കവാറും മാംഗോ മോഡൽസിന്റെ എല്ലാ കാഴ്ചകളും ഞാൻ ഈ 4 വീഡിയോയിൽ കൂടി കാണിച്ചിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു തീരത്ത് ബോട്ട് അടുപ്പിച്ച് തരും അവര്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ബോട്ട് സൈഡാക്കി തരും. ബോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കരയ്ക്ക് ചെന്ന് ഫോട്ടോ എടുക്കാനോ ഈ പാടത്തിൻ്റെയൊക്കെ ഭംഗി നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ബോട്ട് അടുപ്പിച്ച് നമുക്ക് അതിനുള്ള സൗകര്യം കൂടി ചെയ്തു തരും. ഞങ്ങൾ അല്പനേരം അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തന്നെ ആ ബോട്ടിൽ വീണ്ടും തിരിച്ച് യാത്ര തുടരുകയാണ്. അധികമൊന്നും സമയം ഇവിടെ ഈ ബോട്ടിന് ആയിട്ട് ചെലവഴിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് ഒരു അരമണിക്കൂർ മാത്രമാണ് ഈ ചെറിയൊരു ബോട്ട് സവാരിക്കായിട്ട് അവിടെ ചാർജ് ചെയ്യുന്നത്. 100 രൂപയാണ് ഒരാൾക്ക്. വേരുകളാണ് അവിടെ കാണുന്നത്. രാവിലെ തുടങ്ങിയ ഞങ്ങളുടെ ഈ മാംഗോ മോഡൽസിലെ കാഴ്ചകള് ഉച്ചവരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആണ് വീണ്ടും ഗൈഡിനെ അവിടെ ഒഴിവാക്കിക്കൊണ്ടാണ് ബാക്കി കാഴ്ചകളെല്ലാം കണ്ടത്. ഈ ബോട്ട് സവാരി ഉച്ചയ്ക്ക് ശേഷമാണ് നടത്തിയത്. ഈ ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ശരി കേട്ടാ. ഓക്കെ, താങ്ക് യു. നമ്മളിനി ഈ ബോട്ട് സർവീസിന്റെ അവിടെ നിന്ന് തിരിച്ച് നടക്കുകയാണ്. എൻട്രൻസ് വരെയുള്ള നടക്കുന്ന കാഴ്ച ഒന്നുകൂടി ഒരു ഓടിച്ച് കാണുകയാണ്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം. ഈ പാർക്ക് സംവിധായകന്റെ കയ്യിൽ സുരക്ഷിതമാണ്. അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും നമുക്ക് കൊടുക്കാം. നമുക്കിനി അല്പനേരം കൂടി നടന്ന് കാണാം. ഇതിനു മുൻപ് കാണാത്ത വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന് മുമ്പിലുള്ള 3 വീഡിയോകളുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 4 പാർട്ടും തുടർച്ച് കാണുക. എങ്കിൽ നിങ്ങൾക്ക് ഈ മാംഗോ മെഡോസിൽ പൂർണ്ണമായിട്ട് നടന്ന് കണ്ടൊരു പ്രതീതി ഉണ്ടാവും.
അങ്ങനെ മാംഗോ മെഡോസിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.